കസ്റ്റഡിയിലില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് തള്ളുകയാണ്. ആ കാരണം ചില പരിശോധന അവിടെ നടത്തിയിരുന്നു പോലീസ്. അവിടെ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ ഒരുപക്ഷെ കീഴടങ്ങിയേക്കാൻ എത്തിയേക്കാം എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരുന്നത്. സുള്ളിയിൽ നിന്നും കാസർഗോട്ടേക്ക് എത്തി ഹോസ്ദുർഗ് കോടതിയിൽ ഇന്ന് കീഴടങ്ങുക എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പദ്ധതി എന്നറിയുന്നു. അതിനുവേണ്ടി പോലീസുകാരെ അവിടെ വിന്യസിച്ചിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഹോസ്ദുർഗ് കോടതിയിൽ നിന്ന് പോലീസുകാരെ പിൻവലിച്ചിരിക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത മങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. കാണാം, വലിയ ജനക്കൂട്ടം, ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർ കൂടുന്നു. കോടതിയിൽ വലിയ തിരക്ക്. പോലീസ് ഒരുപക്ഷെ പ്ലാൻ മാറ്റിയതുമാവാം. ചിലപ്പോൾ മറ്റൊരു കോടതിയിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കാൻ കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത മങ്ങുകയാണ്. പോലീസ് പൂർണ്ണമായും അവിടുന്ന് പിന്മാറി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഹോസ്ദുർഗ് കോടതിയിൽ ഇനിയൊരു ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. അതേസമയം രണ്ട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്ങല പൊട്ടിച്ച് പോലീസിന്റെ കയ്യിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. രാഹുലിനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കാമെന്നുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. അതല്ലെങ്കിൽ പിടികൂടിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹോസ്ദുർഗ് കോടതിയിൽ എത്തിക്കാം എന്നുള്ളത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ തിരക്കും ആൾക്കൂട്ടവും എല്ലാം കൊണ്ട് അത് കൈവിട്ട് പോകാം എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ പോലീസ് പദ്ധതി മാറ്റുന്നു. മറ്റൊരു സ്ഥലത്തേക്ക്, ഒരുപക്ഷെ നാളത്തേക്ക് ഈ ഹാജരാക്കൽ മാറ്റുന്നു. ശ്യാം, ഇപ്പോൾ ഇനി സാധ്യത എന്താണ്? കസ്റ്റഡിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ കൊണ്ടുവരുന്നതിന് തടസ്സമില്ലല്ലോ. ഏത് പ്രതികളെ കൊണ്ടുവരുമ്പോഴും രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിലൊക്കെ ആൾക്കൂട്ടമുണ്ടാകും. ആൾക്കൂട്ടത്തെ ഭയന്നുകൊണ്ട് മറ്റു കോടതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. സർക്കാരിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ നേട്ടം കൂടിയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അത് ഒഴിവാക്കേണ്ട കാര്യമില്ല. അപ്പോൾ കസ്റ്റഡിയിലില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ ഉള്ള വിവരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എങ്കിൽ ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, ഉത്തരവ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ ഹൈക്കോടതിയിലേക്ക്, മേൽക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമല്ലോ. സ്വാഭാവികമായും ആൾക്കൂട്ടത്തെ ഒരിക്കലും പോലീസ് ഭയക്കേണ്ട കാര്യമില്ല. കാരണം ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള പദ്ധതി ഇതിനകം തന്നെ പോലീസിന് അവിടെ ആവശ്യമായ പോലീസ് സംവിധാനത്തെ നിയോഗിച്ചു കഴിഞ്ഞു. പിന്നെയും എന്തിന് ഇത്തരമൊരു നിർദ്ദേശം? ഇതിൽ ഒന്നാമത്തേത് വ്യക്തത വരാനുള്ള കാര്യം, പോലീസ് ഈ കോടതിയിലേക്ക് ഒരു പ്രതിയെ കൊണ്ടുവരുമെന്നുള്ള ഒരു ഇൻഫർമേഷൻ, വിവരം കൈമാറിയിട്ടുണ്ടോ എന്നതാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ, അത് കോടതിയിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് മജിസ്ട്രേറ്റ് മറുപടി നൽകിയിട്ടുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്. ഇന്ന് ഈ ഹോസ്ദുർഗിൽ 2 മജിസ്ട്രേറ്റ് കോടതികളുണ്ട്. ഈ 2 മജിസ്ട്രേറ്റ് കോടതികളിലെയും പ്രോസിക്യൂട്ടർമാർ ഇന്ന് അവധിയാണ്. മറ്റൊരു പ്രോസിക്യൂട്ടർക്കാണ് ഈ കോടതിയുടെ ഇന്നത്തെ ചുമതല നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായി ആ പ്രോസിക്യൂട്ടർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നത് കൂടി പ്രധാനമാണ്. കാരണം പോലീസ് SIT ഇത് സംബന്ധിച്ച രാഹുൽ കസ്റ്റഡിയിലുണ്ട് എങ്കിൽ അങ്ങനെ ആ വിവരങ്ങൾ കോടതിയെ അറിയിക്കാൻ സ്വാഭാവികമായ ഒരു പ്രോസിക്യൂട്ടറുടെ സാധ്യതയും കൂടി വേണം. ആ രീതിയിലാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുക. അറസ്റ്റ് രേഖപ്പെടുത്തി ഇങ്ങനെ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ഹോസ്ദുർഗ് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി ഹോസ്ദുർഗ് കോടതിയിൽ ഒന്നും സംഭവിക്കും. അവിടെ നിന്ന് എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്നുള്ളൊരു അറിയിപ്പ്. സ്വാഭാവികമായും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നിലവിൽ നമ്മൾ മനസ്സിലാക്കിയ വിവരം അനുസരിച്ച് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. രാഹുൽ ഒളിവിൽ തന്നെ തുടരുകയാണ്. പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയേക്കാം. അതല്ലെങ്കിൽ അവിടെ നടത്തിയ പരിശോധനയുടെ ഭാഗമായി പോലീസിന് തോന്നിയൊരു സംശയമാണ് അവിടെ കൂടുതൽ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചത്. എന്നാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ഹോസ്ദുർഗ് കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അവിടെ DYFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഒക്കെ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവർക്കൊക്കെ തൽക്കാലം പിരിഞ്ഞു പോകാം എന്നറിയിക്കുന്നു. ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ആ മജിസ്ട്രേറ്റും മടങ്ങി. അവിടെ കൂടി നിൽക്കുന്നവർക്കും ഇനിയൊന്നും മടങ്ങാം.